നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കുംഭം രാശിക്കാർക്കായിട്ടുള്ളതാണ്. 2026 ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ 3 പ്രധാന മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ 3 മാസങ്ങളിൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്ത് വലിയ മാറ്റങ്ങൾ വരും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇതിലൂടെ ഉത്തരം ലഭിക്കും. ഓരോ ഗ്രഹവും എപ്പോഴാണ് രാശി മാറുന്നത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപൻ അഥവാ ആ രാശിയെ നിയന്ത്രിക്കുന്ന ഗ്രഹം ശനിയാണ്. നിലവിലെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചാൽ ഓരോ ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന 1-ാം ഭാവത്തിൽ ബുധനും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ 2-ാം ഭാവത്തിൽ ശനി, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ ശുക്രനും 5-ാം ഭാവത്തിൽ വ്യാഴവും 7-ാം ഭാവത്തിൽ കേതുവും നിലകൊള്ളുന്നു. നിങ്ങളുടെ 1-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഈ കാലയളവിൽ മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടും. 2026 ഡിസംബർ വരെ രാഹു ഈ സ്ഥാനത്ത് തുടരുന്നതിനാൽ എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നും. പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ രാഹു ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ ബുദ്ധിശക്തിയെ പ്രതിനിധീകരിക്കുന്ന ബുധൻ കൂടെയുള്ളതിനാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിലും രാഹുവിന്റെ സാന്നിധ്യം നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അടുത്ത 3 മാസങ്ങൾ വളരെ പ്രധാനമാണ്. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കണം. നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കരുത്. അമിതമായ ചിന്തകൾ കാരണം കടുത്ത തലവേദനയോ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭം രാശിക്കാർക്കിപ്പോൾ 7.5 ശനിയുടെ കാലമാണെങ്കിലും അതിന്റെ കാഠിന്യം കുറഞ്ഞു വരികയാണ്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ശനി ദുർബലമായ സ്ഥാനത്താണെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടേക്കാം. പല്ലുമായി ബന്ധപ്പെട്ട വേദനകളോ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ശുദ്ധമല്ലാത്ത ഭക്ഷണം ആരോഗ്യത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. പഠനകാര്യങ്ങളിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് മെയ് 15 ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. ഈ കാലയളവിൽ ഗ്രഹനിലകൾ നിങ്ങൾക്ക് കൂടുതൽ ഏകാഗ്രതയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും നൽകും. അതിനാൽ കഠിനമായ വിഷയങ്ങൾ പഠിക്കാനോ പുതിയ കോഴ്സുകളിൽ ചേരാനോ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. ബുധൻ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുന്ന സമയമാണ് ജൂൺ മാസം. ജ്യോതിഷത്തിൽ 5-ാം ഭാവം എന്നത് ബുദ്ധിയെയും വിദ്യയെയും സൂചിപ്പിക്കുന്നു. ബുധനാകട്ടെ വിദ്യയുടെയും അറിവിന്റെയും ഗ്രഹവുമാണ്. അതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം വളരെ നല്ലതാണ്. പുതിയ ജോലിക്ക് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ കരിയറിൽ മാറ്റങ്ങൾ വരുത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ഫലം നൽകും. ഏതെങ്കിലും പ്രധാനപ്പെട്ട പഠനകാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 സമയക്രമങ്ങളാണ് നല്ലത്. ഒന്നുകിൽ ഏപ്രിൽ 15 മുൻപായി അത് തുടങ്ങുക, അല്ലെങ്കിൽ മെയ് 15 ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കുക. ഇടയിലുള്ള ഒരു മാസം, അതായത് ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള സമയം പുതിയ തുടക്കങ്ങൾക്ക് അത്ര അനുയോജ്യമായ സമയമല്ല. മെയ് 15 ശേഷം വരുന്ന പരീക്ഷാ ഫലങ്ങൾ പൊതുവെ പോസിറ്റീവായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ ആഗ്രഹിച്ച വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. മെയ് പകുതിക്ക് ശേഷം നിങ്ങൾക്ക് ഭാഗ്യം കൂടെയുണ്ടാകും. കുംഭം രാശിക്കാരുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയും പങ്കാളിയുമായുള്ള അടുപ്പത്തെയും
വരാനിരിക്കുന്ന മാസങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഈ കാലയളവിൽ പ്രണയബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ സംസാര ശൈലിയിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ 2ാം ഭാവത്തിൽ, അതായത് കുടുംബത്തെയും സംസാരത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ശനിയും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുന്നു. ഇതിനെ സ്ഫോടനാത്മക യോഗമെന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഒരു ചെറിയ തീപ്പൊരി വളർന്നാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ഒരു ചെറിയ വാക്ക് വലിയ വഴക്കുകളിലേക്ക് നയിച്ചേക്കാം. ദേഷ്യം വരുമ്പോൾ നിയന്ത്രണമില്ലാതെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കരുതി നിങ്ങൾ തന്നെ വിഷമിക്കാനിടവരും. അതിനാൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ അളന്നു തൂക്കി മാത്രം ഉപയോഗിക്കുക. വിവാഹിതരായ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 7ാം ഭാവത്തിൽ, അതായത് പങ്കാളിയെ സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് കേതുവാണ് നിൽക്കുന്നത്. കേതു ഒരു ഡിറ്റാച്ച്മെന്റ് നൽകുന്ന ഗ്രഹമാണ്. അതായത് പുറമേ നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നുമെങ്കിലും പങ്കാളിയുമായി മാനസികമായി ഒരു അകൽച്ചയോ അല്ലെങ്കിൽ എന്തിനോടൊക്കെയോ ഒരു താല്പര്യക്കുറവോ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഈ ഒരു അവസ്ഥ ഏകദേശം നവംബർ മാസം വരെ തുടരാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗ്രഹസ്വാധീനം മാത്രമാണെന്ന് മനസ്സിലാക്കി ക്ഷമയോടെയിരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അതൃപ്തികൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയം നിങ്ങളുടെ പങ്കാളിയുടെ ജോലിയിലോ ബിസിനസ്സിലോ വലിയ വളർച്ചയുണ്ടാകും. ഈ സമയത്ത് പങ്കാളിയോടൊപ്പം ചേർന്ന് ഒരു പുതിയ വാഹനമോ അല്ലെങ്കിൽ ഭൂമിയോ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും ഈ സമയം അനുകൂലമാണ്. കുംഭം രാശിക്കാരുടെ ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും നിയന്ത്രിക്കുന്ന ഗ്രഹം ശുക്രനാണ്. നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും കരിയറിലെ പുതിയ ചുവടുവെപ്പുകൾക്കും ഈ കാലയളവ് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. നിങ്ങളുടെ ഭാഗ്യാധിപനായ ശുക്രൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ മികച്ചതാണ്. ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. കയ്യിലുള്ള പണം ലാഭകരമായ രീതിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ഭൂമി വാങ്ങാനോ സ്വർണത്തിൽ നിക്ഷേപിക്കാനോ ഷെയർ മാർക്കറ്റിൽ പണം മുടക്കാനോ ഈ ദിവസങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. ഈ സമയത്തെ നിക്ഷേപങ്ങൾ ഭാവിയിൽ നല്ല ലാഭം നൽകാൻ സഹായിക്കും. മെയ് 14 മുതൽ ജൂൺ 8 വരെയുള്ള സമയവും മോശമല്ല. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകും. എന്നാൽ ജൂൺ 8-ന് ശേഷം ബിസിനസ്സിലോ സാമ്പത്തിക കാര്യങ്ങളിലോ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. മെയ് 11 മുതൽ ജൂൺ 21 വരെ ചൊവ്വ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും എന്തും നേരിടാനുള്ള ധൈര്യവും ഉണ്ടാകും. മടിമാറി എല്ലാ കാര്യങ്ങളിലും സജീവമാകാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. IT, സാങ്കേതിക മേഖലകൾ, മെഡിക്കൽ രംഗം, എഞ്ചിനീയറിംഗ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെയധികം നേട്ടങ്ങൾ നൽകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാനും നിലവിലെ ജോലിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഈ സമയം സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ മേഖല വർദ്ധിപ്പിക്കാൻ അനുകൂലമായ സമയമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി ചേർന്ന് പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാനും ഈ കാലയളവ് വഴി തുറക്കും. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും ഈ സമയത്ത് കാണാൻ സാധിക്കും. ഏപ്രിൽ 19 മുതൽ മെയ് പകുതി വരെ ഭാഗ്യം കൂടെയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. മെയ് 11 മുതൽ ജൂൺ വരെ കരിയറിൽ വലിയ നേട്ടങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യാവുന്നതാണ്. 2026-ലെ ഈ 3 മാസങ്ങൾ കുംഭം രാശിക്കാർക്ക് മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും കാലമാണ്. മെയ് പകുതിക്ക് ശേഷമുള്ള അനുകൂലമായ സമയത്തെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തിയാൽ പഠനത്തിലും കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കുംഭം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.
ഹരി ഓം.